ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് അറിയാവോ? ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ബജറ്റിനെ കുറിച്ചും അതുപോലെ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ കുടുംബ ചെലവ്, അപ്പം നമ്മുടെ നിത്യജീവിതത്തിലെ ചിലവുകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിലവുകൾക്ക് നിത്യജീവിതത്തിൽ നാം പണം വിനിയോഗിക്കുന്നത് ഒരുപാട് ചിലവുകൾക്കായിട്ട് നമ്മൾ പൈസ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും? പ്രധാനമായിട്ടും ആഹാരം, വസ്ത്രം, അതുപോലെ ആരോഗ്യം, പിന്നെന്താണ് പാർപ്പിടം, അങ്ങനെ വിനോദം, അങ്ങനെ നിരവധി ഗതാഗതം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്? നമ്മൾ പണം വിനിയോഗിക്കാറുണ്ട്. ഇനി എന്താണ് ഒരു കുടുംബത്തിൻ്റെ ചിലവ്, അല്ലെങ്കിൽ കുടുംബ ചിലവെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചിലവ് എന്ന് പറയുന്നത്. കുടുംബത്തിലെ എല്ലാ ചെലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കുടുംബ ചെലവുകളെ തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? കുടുംബ ചെലവുകളെ നമ്മൾ പ്രധാനമായിട്ടും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് പ്രതീക്ഷിത ചെലവ്, രണ്ടാമത്തേത് അപ്രതീക്ഷിത ചെലവ്. നമുക്കറിയാം, നമ്മൾ പറയും, ഈ മാസം അപ്രതീക്ഷിതമായി കുറച്ച് ചിലവുകളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് കയ്യിൽ കാശ് പെട്ടെന്ന് തീർന്നു പോയി എന്നൊക്കെ നമ്മൾ ഓരോ മാസത്തെയും കാര്യങ്ങൾ വെച്ചിട്ട് പറയാറുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ് പ്രതീക്ഷിത ചെലവെന്ന് പറഞ്ഞാൽ? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. അപ്പോൾ ഈ പ്രതീക്ഷിത ചെലവുകളെന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി അറിയാം, അപ്പോൾ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാസം ഇങ്ങനെ ചിലവുകളൊക്കെ ഉണ്ടാകാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ചിലവാണ് പ്രതീക്ഷിത ചിലവ്. പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ആഹാരം, വൈദ്യുത ബില്ല് തുടങ്ങിയവയ്ക്ക് നമ്മൾ എന്ത് ചിലവാക്കുന്നുണ്ട്? പ്രതീക്ഷിച്ചു കൊണ്ട് നമ്മൾ ഇത്ര രൂപകൾ ചിലവാക്കുന്നുണ്ട്. ഇനി എന്താണ് അപ്രതീക്ഷിത ചിലവെന്ന് പറഞ്ഞാൽ? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചിലവുകളെയാണ് അപ്രതീക്ഷിത ചിലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അപ്രതീക്ഷിത ചിലവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ, മുൻകൂട്ടി നിശ്ചയിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ആകസ്മികമായിട്ട് വന്നു ചേരുന്ന ചിലവുകളാണ് എന്ത്? നമ്മുടെ അപ്രതീക്ഷിത ചിലവുകൾ എന്ന് പറയുന്നത്. അതിനുദാഹരണം ഇപ്പോൾ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു, അതുപോലെ രോഗങ്ങൾ ഉണ്ടാകുന്നത് തുടങ്ങിയവയൊക്കെ എന്താണ്? അപ്രതീക്ഷിത ചിലവുകളാണ്. ഇനി പ്രതീക്ഷിത ചെലവിനും അപ്രതീക്ഷിത ചെലവിനും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം, എന്താണ് പ്രതീക്ഷിത ചിലവെന്ന് പറഞ്ഞാൽ? നമ്മൾ വിദ്യാഭ്യാസം, പിന്നെ അതുപോലെ എന്താണ് ആഹാരം, വസ്ത്രം, ഇതിനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നു? ചിലവ് നടത്തുന്നുണ്ട്. ഇനി അപ്രതീക്ഷിത ചിലവെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപകടം മൂലമുണ്ടാകുന്ന ചിലവുകൾ ഒക്കെ നമ്മുടെ അപ്രതീക്ഷിത ചിലവുകളാണ്. ഇനി ഏതെങ്കിലും ബന്ധുക്കളുടെ എന്താണ് വിവാഹം, അപ്പോൾ വിവാഹത്തിന് പോകണം, അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായി വരുന്ന യാത്രകൾ, ഇതൊക്കെ എന്താണ്? അപ്രതീക്ഷിത ചിലവുകളിൽ വരുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് മെയിനായിട്ടുള്ള കാര്യം എന്താണ്? കുടുംബ വരുമാനം. നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിഖിലിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുന്ന വിവിധ പ്രവർത്തന മേഖലകളാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടത്. അപ്പോൾ ഏതൊക്കെയാ? നിരവധി പ്രവർത്തനങ്ങളിൽ നിഖിലിൻ്റെ വീട്ടുകാർ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ കുടുംബാംഗങ്ങൾ, പ്രവർത്തന മേഖല, അവരുടെ വരുമാന സ്രോതസ്സ്, വരുമാനമുണ്ടോ ഇല്ലയോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നിഖിൽ എന്ന് പറയുന്നത് ആരാ? നിഖിൽ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിഖിലിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ നിഖിലിന് എന്തില്ല? വരുമാനം ഇല്ല. ഇനി നിഖിലിൻ്റെ അച്ഛൻ്റെ ജോലി എന്താണ്? തയ്യലാണ്. അപ്പോൾ അച്ഛൻ എന്തുണ്ട്? വരുമാനമുണ്ട്.
അമ്മ സെയിൽസ് വിമണാണ്. അപ്പോൾ അമ്മയ്ക്കും എന്തുണ്ട്, വരുമാനമുണ്ട്. മുത്തച്ഛന് കൃഷിയാണ് ജോലി. അപ്പോൾ മുത്തച്ഛനും കൃഷിയിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. മുത്തശ്ശിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്കും ഒരു നിശ്ചിത തുക എന്തിന്, വരുമാനമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു കുടുംബത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. അപ്പോൾ എന്താണ് കുടുംബ വരുമാനം എന്ന് മനസ്സിലായല്ലോ. അതിന് ഒരു നിശ്ചിത കാലയളവുണ്ട്. ആ നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് എന്താണ്, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം. ഇവരെല്ലാവരും കൂടി വരുമാനം കൂട്ടും. അങ്ങനെയാണ് നമ്മൾ കുടുംബ വരുമാനം കണക്കാക്കുന്നത്. വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും. അപ്പം നമുക്ക് വരുന്ന അപ്രതീക്ഷിത ചിലവുകൾ നേരിടാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനുമൊക്കെ എന്തിന് കഴിയും, നമ്മുടെ സമ്പാദ്യശീലത്തിന് കഴിയും. ഇനി കുടുംബ ബജറ്റ് എന്താണെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. കുടുംബ ബജറ്റ് നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ്. അപ്പോൾ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും അവിടെ ഉണ്ടാകുന്ന ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ വലിയ കുടുംബമാണെങ്കിൽ അതിനനുസരിച്ച് എന്താണ്, കുടുംബ ബജറ്റ് കൂടുതലായിരിക്കും. ഇനി വലിപ്പം അതുപോലെ വരുമാനം ആവശ്യങ്ങൾ ഇതൊക്കെ അനുസരിച്ച് എന്താണ്, കുടുംബത്തിൻ്റെ ബജറ്റിൽ വ്യത്യാസമുണ്ടാകും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചു കൊണ്ടുവേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബ ബജറ്റിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും, നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രതയുണ്ടാവും, അതുപോലെ ക്ഷേമം കൈവരിക്കാൻ സാധിക്കും. ഇതൊക്കെ ഇതാണ് കുടുംബ ബജറ്റിൻ്റെ മേന്മകളാണ്. ഇനി അപ്രതീക്ഷിത വില വർധനവ് എങ്ങനെയാണ് കുടുംബ ബജറ്റിനെ ബാധിക്കുന്നതെന്ന് നമ്മുടെ മുകളിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഗ്യാസ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായല്ലോ, സ്റ്റോക്ക് എത്താൻ വൈകി, വിലയിലും ചെറിയ വർധനവുണ്ട്, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ വില വർദ്ധിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാട് ഞങ്ങൾക്കല്ലേ അറിയൂ. അപ്പോൾ ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തു, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിൻ്റെ അപ്രതീക്ഷിത വില വർധനവ് ആ കുടുംബ ബജറ്റിനെ ബാധിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന മറ്റെന്തെല്ലാം ഘടകങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈദ്യുതി നിരക്ക്, അതുപോലെ വെള്ളത്തിൻ്റെ നിരക്ക്, ഗ്യാസ് നിരക്ക്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ കുടുംബ ബജറ്റിനെ എന്ത് ചെയ്യും, താറുമാറാക്കും. വരവ് ചെലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. അപ്പോൾ കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ വരവ് ചെലവിനേക്കാൾ കൂടുതലാകുമ്പോൾ, അതല്ലെങ്കിൽ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം? പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ ലഭിക്കുന്ന ആഹാര സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണത്തിനായി ഉപയോഗിക്കുക. ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക. പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ കുടുംബ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ ബജറ്റിൻ്റെ മാതൃകയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കുടുംബ ബജറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബ ബജറ്റിനെ ഒരു മിച്ച ബജറ്റാക്കി മാറ്റുവാൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുടുംബ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മുടെ കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ബജറ്റ് അതിന് കറക്റ്റായിട്ട് പോകണമെങ്കിൽ നമുക്ക് നിശ്ചിത വരുമാനം ഉണ്ടായിരിക്കണം. അപ്പോൾ വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു. അതാണ് പ്രധാനമായിട്ട് കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇനി മിതവ്യയശീലം, നമുക്ക് കിട്ടുന്ന വസ്തുവിൽ നിന്ന് എന്ത് ചെയ്യുക, സമ്പത്തിൽ നിന്ന് എന്ത് ചെയ്യുക, മിതവ്യയശീലം, മിച്ചം വെച്ച് ശീലിക്കുക. അത് നമ്മുടെ കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടമാണ്. ഇനി എന്താണ്, നമുക്ക് നിക്ഷേപങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി പൊതു ചെലവുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമ്മൾ കുടുംബ ചെലവ്, കുടുംബ വരുമാനം, കുടുംബ ബജറ്റ് ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, പൊതു ചെലവിനെ കുറിച്ചാണ്. ഇപ്പോൾ ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്, ദേശീയപാത എന്ന് പറയുന്നത് പൊതു ചെലവിൽ വരുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് പൊതു ചെലവ്. അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കുന്നത്, ജൽ ജീവൻ മിഷൻ പദ്ധതി, കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട്, ഇതൊക്കെ എന്താണ്, പൊതു ബജറ്റിൽ വരുന്നതാണ്. പൊതു വരുമാനത്തിൽ, പൊതു ചെലവിൽ ഒക്കെ വരുന്നതാണ്. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വാർത്താ തലക്കെട്ടുകളാണ് നമ്മളിവിടെ വായിച്ചത്. സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. അപ്പോൾ ഇവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചിലവഴിക്കുന്നത്? അപ്പോൾ സർക്കാർ ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയൊക്കെയാണ്? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ പലിശ, നമ്മൾ കേരളം ഇപ്പോൾ ഒരുപാട് കടങ്ങളൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിനൊക്കെ പലിശ കൊടുക്കണം. ഇനി അതുപോലെ തന്നെ പ്രതിരോധ ചിലവുകൾ, അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കണം. അതുപോലെ ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, റോഡ് സുരക്ഷാ പദ്ധതികൾ, പൊതുവികസനം, ഇതിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചിലവാക്കുന്നുണ്ട്? സർക്കാർ ധാരാളം പണങ്ങൾ ചിലവാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതു ചെലവിൽ വരുന്നത്. സർക്കാർ ധനം ഉപയോഗിച്ച് നിങ്ങളുടെ നാട്ടിൽ നടന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്യാനുള്ള അത് കുട്ടികൾക്കുള്ള വർക്കുകളാണ്. വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതു ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പൊതു ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊതു ചെലവുകൾ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ച് പൊതു ചെലവുകളും എന്ത് ചെയ്യും? വർദ്ധിക്കും. പൊതു ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് വികസന ചെലവുകൾ, രണ്ടാമത്തേത് വികസനേതര ചിലവുകൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ വികസന ചെലവിൽ വരുന്നത്? രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെയാണ് വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ സാമ്പത്തികമായിട്ടുള്ളതും അതുപോലെ സാമൂഹികവുമായ വികസനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത്. ഇവ രാജ്യത്തിൻ്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്ന ചെലവ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വികസന ചെലവുകളാണ് ഉൽപാദന ചെലവുകൾ എന്നുകൂടി അറിയപ്പെടുന്നത്. റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി കണക്കാക്കുന്നത്. അപ്പോൾ വികസന ചെലവുകളിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റോഡ് വരും, പാലം വരും, തുറമുഖം ഇവയൊക്കെ നിർമ്മിക്കുക, ഇവിടെയൊക്കെ നിർമ്മാണം, പുതിയ സംരംഭങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വികസന ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. ഇനി വികസനേതര ചെലവുകളുണ്ട്. നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? രാജ്യ താൽപ്പര്യത്തിന് പൊതുസേവനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. അതിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ ഏതിൽ വരുന്നതാണ്? വികസനേതര ചിലവുകളിൽ വരുന്നതാണ്. ഇനി
ചുവടെ നൽകിയിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വികസന ചെലവുകൾ, ഏതൊക്കെയാണ് വികസനേതര ചെലവുകളെന്ന് നോക്കാം. പലിശ എന്ന് പറയുന്നത് വികസന ഇതര ചെലവാണ്, വികസനേതര ചെലവിൽ വരുന്നതാണ് പലിശ. ഇനി ഊർജോൽപാദനം എന്ന് പറയുന്ന വികസന ചെലവുകളിൽ വരുന്നതാണ്, വികസനമാണ്. അപ്പോൾ ഇത് വികസനേതര ചെലവ്. മഹാമാരി വികസനേതര ചെലവാണ്. ക്ഷേമ പെൻഷൻ വികസനേതര ചെലവാണ്. കടബാധ്യത വികസനേതരമാണ്. സബ്സിഡികൾ നൽകുക എന്നത് വികസനേതരമാണ്. റോഡ് നിർമ്മാണം വികസനമാണ്. വിദ്യാലയ നിർമ്മാണം വികസനമാണ്. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? വികസനേതര ചിലവാണ് യുദ്ധം. പ്രതിരോധവും എന്താണ്? വികസനേതര ചെലവാണ്. പൊതുഭരണം എന്ന് പറയുന്നതും വികസനേതര ചെലവിൽ വരുന്നതാണ്. ഇനി വ്യവസായശാലകൾ വികസന ചെലവുകളിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വികസന ചെലവുകളും വികസനേതര ചെലവുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. 2018-19 മുതൽ 2023-23 വരെയുള്ള 5 വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുചെലവുകളാണ് നമ്മൾ ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാരിൻ്റെ പൊതുചെലവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രാഫാണ്, അത് അപഗ്രഥിച്ച് നിഗമനങ്ങൾ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുചെലവ് ലക്ഷം, കോടിയിൽ ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2018-19 പൊതുചെലവ് എന്ന് പറയുന്നത് 23.14 കോടി. അങ്ങനെ 2019 ആയപ്പം അത് 26 കോടി സംതിങ് വന്നു. ഇനി 2020-21 ആയപ്പോൾ 35 കോടി വന്നു. 2021 അത് 37 കോടി. 2022-23 നടപ്പ് വർഷം എന്താണ്? 41 കോടി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചെലവുകൾ എന്താണ്? കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് എന്താണ്? പൊതുവരുമാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് പൊതുവരുമാനം എന്ന് പറഞ്ഞാൽ? വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടത്തുന്നതിന് എന്താണ്? സർക്കാർ വെറുതെയാണോ? നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യുന്നു? സർക്കാരിന് വരുമാനം നൽകാറുണ്ട്. നമ്മളൊക്കെ ടാക്സുകൾ അടയ്ക്കുന്നതും അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ സർക്കാർ വിവിധ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്, സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സുകൾ അതൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള വരുമാന സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് എന്ത്? പൊതുവരുമാനം എന്ന് പറയുന്നത്. ഇത് സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പൊതു ബജറ്റ് അല്ലെങ്കിൽ സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. എന്തെന്ന് പറയുന്നത്? പൊതുവരുമാനം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. പ്രധാനമായും 2 സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് നികുതി വരുമാനം, രണ്ടാമത്തേത് നികുതി ഇതര വരുമാനം. അപ്പോൾ സർക്കാർ പൊതുവരുമാനത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് നികുതി വരുമാനം, രണ്ടാമത്തേത് നികുതിയേതര വരുമാനം. ഇനി നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം. നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. ഉദാഹരണം, ഇപ്പം നമ്മൾ ഫീസ് കൊടുക്കുന്നു, പിഴ ലഭിക്കുന്നു, ഗ്രാൻഡ്, ലാഭം, പലിശ, ഇങ്ങനെയൊക്കെയുള്ള വരുമാനങ്ങളാണ് ഏതെന്ന് പറയുന്നത്? നികുതി ഇതര വരുമാനത്തിൽ ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ നികുതിയിലൂടെയുള്ള ലഭിക്കുന്ന വരുമാനത്തെ വീണ്ടും നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് പ്രത്യക്ഷ നികുതി, രണ്ടാമത്തേത് എന്താണ്? പരോക്ഷ നികുതി. അപ്പം നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം എത്രയാണ്? 2 എണ്ണമാണ്. അതാണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. ഇനി എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ? നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഇപ്പോൾ ആരിലാണോ നികുതി ചുമത്തിയിരിക്കുന്നത്, നികുതി നമ്മളിലാണ് ചുമത്തിയെങ്കിൽ നമ്മളാണ് ആ നികുതി അടയ്ക്കേണ്ടത്. അങ്ങനെയുള്ള നികുതിക്കാണ് പറയുന്നത് എന്ത്? പ്രത്യക്ഷ നികുതി എന്നാണ് പറയുന്നത്. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, അതുപോലെ കെട്ടിട നികുതി എന്നിവ ഉദാഹരണമാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം ആദായ നികുതി. ഇൻകം ടാക്സ് നമ്മൾ പറയൂലേ, ഇൻകം ടാക്സ്, ആദായ നികുതി. അതുപോലെ കെട്ടിട നികുതി, നമ്മൾ താമസിക്കുന്ന വീടിന് നമ്മൾ എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം. ഇതൊക്കെ എന്താണ്? പ്രത്യക്ഷ നികുതിയാണ്. ഇനി എന്താ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ? ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്ന നികുതിയാണ്
പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ? ഉദാഹരണം വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ ഇതിനുദാഹരണമാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതി നമ്മൾ പറഞ്ഞു ആദായ നികുതിയും കെട്ടിട നികുതിയുമാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമെങ്കിൽ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? വിൽപ്പന നികുതി പരോക്ഷ നികുതിയാണ്. വിനോദ നികുതിയും എന്താണ്? പരോക്ഷ നികുതിയാണ്. ഇനി എന്താ നികുതി എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ടാക്സ് അല്ലെങ്കിൽ നികുതി എന്ന് പറയുന്നുണ്ട്. എന്താണ് നികുതി? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. അപ്പോൾ നികുതി എന്ന് പറയുന്നത് ആര് നൽകേണ്ടതാണ്? ജനങ്ങൾ നൽകേണ്ടതാണ്. ആർക്കാ? സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണെന്ത്? നികുതി എന്ന് പറയുന്നത്. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് നൽകാറുണ്ട്? സർക്കാരിന് നികുതികൾ നൽകാറുണ്ട്. ഇനി ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണെന്ന് നോക്കാം. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അഥവാ GST എന്ന് പറയുന്നത്. അപ്പോൾ GST നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. എന്തിന്? ഏത്രാം ഭരണഘടനയിലെ ഏത് ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 101 ഭേദഗതി പ്രകാരം. അപ്പോൾ ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1 മുതലാണ് നിലവിൽ വന്നത്. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നതാണ് GST. അപ്പോൾ GST എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയാണോ പരോക്ഷ നികുതിയാണോ എന്ന് ചോദിക്കാറുണ്ട്. GST എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മളൊരു സാമ്പത്തിക വർഷം നമ്മൾ വിറ്റുവരവ് എന്ന് പറയുന്നത് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുകയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? GST കൊടുക്കാൻ നിർബന്ധിതരാണ്. GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇനി നിലവിൽ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെ നിരക്കുകളിലായിട്ടാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. ചില വസ്തുക്കൾക്ക് എന്താണ്? 0 നൽകേണ്ട, പൈസ നൽകേണ്ട. ഇനി 5% നൽകണം. കുറഞ്ഞത് 5%. പിന്നെന്താണ്? 12% നികുതി, 18%, 28%, എങ്ങനെ 5 രീതിയിലാണ് GST ഉള്ളത്. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ പൈസയൊക്കെ വ്യാപാരികൾ ആർക്ക് കൊടുക്കണം? സർക്കാരിന് കൊടുക്കണം. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരാവുന്നതാണ്. അപ്പോൾ GST നിരക്കിൽ പലപ്പോഴും എന്താണ്? കാലാനുസൃതമായിട്ട് മാറ്റം വരും. ഇനി ഇവിടെ നമ്മുടെ വാർത്താ തലക്കെട്ട്, ബ്രേക്കിംഗ് ന്യൂസ് വാർത്താ തലക്കെട്ടുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്ന് കേന്ദ്ര ബജറ്റ് പ്രതീക്ഷയോടെ സംസ്ഥാന ബജറ്റ് അവതരണം ഇന്ന് നിയമസഭയിൽ. ഇങ്ങനെ ബജറ്റ് എന്ന് പറയുമ്പോൾ ആളുകളെല്ലാം എന്ത് ചെയ്യും? സംസ്ഥാന ബജറ്റ്, കേന്ദ്ര ബജറ്റ്, ഇതൊക്കെ ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ വാർത്താ തലക്കെട്ട് ശ്രദ്ധിച്ചല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ബജറ്റ് തയ്യാറാക്കുന്നുണ്ട്. എന്താണ് ബജറ്റ് എന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ബജറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. അപ്പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമ്പത്തിക വർഷം, ഇപ്പോൾ 2023 എന്ന വർഷം അല്ലെ 24 എന്ന വർഷം എന്ത് ചെയ്യുന്നു? ഒരു സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ബജറ്റ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ ഏതാണ്? മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്.
ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? ഒരു സാമ്പത്തിക വർഷത്തേക്ക് ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ചാണ് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 112 ആർട്ടിക്കിൾ അനുസരിച്ചാണ് ബജറ്റ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എന്നുകൂടി അറിയപ്പെടുന്നത് എന്താണ്? കേന്ദ്ര ബജറ്റാണ്. അപ്പോൾ കേന്ദ്ര ബജറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എന്നുകൂടി അറിയപ്പെടുന്നു. ഇനി നമ്മൾ പറയുന്നത് പലതരത്തിൽ ബജറ്റുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബജറ്റ്? ബജറ്റ് പലതരമുണ്ട്. വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റുകളെ 3ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ബജറ്റിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 3ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാമത്തേത് മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ്, രണ്ടാമത്തേത് സന്തുലിത ബജറ്റ് അഥവാ ബാലൻസ്ഡ് ബജറ്റ്, മൂന്നാമത്തേത് കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റ്. എങ്ങനെ ബജറ്റിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിച്ചം വരും അല്ലേ? എന്താ മിച്ചം വരുന്നത്? ഇവിടെ വരവ് കൂടുതൽ ചെലവ് കുറവ്, അങ്ങനെയുള്ള ബജറ്റിനാണ് മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. ഇനി സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാലോ വരവും ചെലവും തുല്യമായ ബജറ്റാണ് സന്തുലിത ബജറ്റ്. ഇനി കമ്മി ബജറ്റ് ആണെങ്കിലോ വരവ് കുറവ് ചെലവ് കൂടുതലായ ബജറ്റാണ് കമ്മി ബജറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ബജറ്റിൻ്റെ ഉത്ഭവം എങ്ങനെയെന്നാണ് പറയുന്നത്. ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. അപ്പോൾ ബജറ്റ് എന്ന വാക്കുണ്ടായത് ഏത് വാക്കിൽ നിന്നാണ്? ബോഗറ്റ്. ബോഗറ്റ് നമ്മൾ പോക്കറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം? ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ബോഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ബാഗ് അഥവാ സഞ്ചി എന്നാണ് അർത്ഥം. സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ ബജറ്റൊക്കെ തൂക്കി പെട്ടിയൊക്കെ ആയിട്ട് ധനകാര്യമന്ത്രിമാർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത്. അപ്പോൾ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത് എത്രാം നൂറ്റാണ്ടിലാണ്? 11ാം നൂറ്റാണ്ടിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന R.K. ഷൺമുഖം ചെട്ടിയാണ്. അപ്പോൾ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? R.K. ഷൺമുഖം ചെട്ടി. നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അദ്ദേഹമാണ് അവതരിപ്പിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് പബ്ലിക് ഡെറ്റ് അഥവാ പൊതുകടത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് പൊതുകടം? വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. അപ്പോൾ സർക്കാരിൻ്റെ വായ്പകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊതുകടം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്ത് നിന്നും പുറത്ത് നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആരെടുത്തു നിന്നെങ്കിലും എന്ത് ചെയ്യുന്നു? പൈസ കടം മേടിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ സർക്കാരും എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ രാജ്യത്തിനകത്ത് നിന്ന് കടം വാങ്ങുന്നു, അല്ലെങ്കിൽ പുറത്ത് നിന്ന് കടം വാങ്ങുന്നു. അങ്ങനെ രാജ്യത്തിന് അകത്തുനിന്ന് വാങ്ങിയാൽ അത് ആഭ്യന്തര കടം, രാജ്യത്തിന് പുറത്തുനിന്നാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? വിദേശ കടം എന്നും പറയുന്നു. എന്താണ് ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ? രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. ഇനി ആഭ്യന്തര കടം ഉദാഹരണം നമുക്ക് എവിടെ നിന്നൊക്കെ വാങ്ങാം? വ്യക്തികളിൽ നിന്ന് വാങ്ങാം, അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന്, അതായത് ബാങ്കുകൾ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കടങ്ങൾ വാങ്ങാം. ഇനി വിദേശ കടം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം എന്ന് പറയുന്നത്. അപ്പോൾ വിദേശ കടം എന്ന് പറഞ്ഞാൽ ഒന്നിൽ വിദേശ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ അന്തർദേശീയ സ്ഥാപനങ്ങളുണ്ട് അവയിൽ നിന്ന് വാങ്ങുന്ന കടങ്ങളാണ്. അപ്പോൾ വിദേശ ഗവൺമെൻറ്റുകൾ, അതുപോലെ നമ്മുടെ എന്താണ് വേൾഡ് ബാങ്ക്, IMF ഇതുപോലുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ നമ്മൾ കടങ്ങൾ വാങ്ങാറുണ്ട്. ഇത്തരം വായ്പകളുടെ ഉൽപാദനക്ഷമമായ ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസിയെക്കുറിച്ചാണ് പറയുന്നത്. ധനനയം
പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുകടം അല്ലെങ്കിൽ നമ്മുടെ പൊതുചെലവ്, പൊതുവരുമാനം ഇവയൊക്കെ കുറിച്ചിട്ട് സമഗ്രമായ സർക്കാർ നയത്തിനെയാണ് നമ്മളതെന്ന് പറയുന്നത് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. അപ്പോൾ ഈ ധനനയമൊക്കെ നടപ്പിലാക്കുന്നത് ഏതിലൂടെയാണ്? ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ഈ ധനനയം എന്ന് പറയുന്നത്. ഇനി ധനനയത്തിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എന്താണതെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. ധനനയത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. രണ്ടെന്താണ്? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ അധിക ചെലവുകൾ നിയന്ത്രിക്കുക. വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇതൊക്കെ എന്തിൻ്റെ മേന്മകളാണ്? ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളെന്നാണ് പറയുന്നത്. ഇവയൊക്കെയാണ്. ഇനി സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസന ക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായകമാകുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വീട്ടിൽ ബജറ്റ് തയ്യാറാക്കുന്ന അതേപോലെ ഓരോ സംഘടനകൾ ബജറ്റ് തയ്യാറാക്കാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബജറ്റ് തയ്യാറാക്കും. അതുപോലെ നമ്മുടെ സംസ്ഥാനം, രാജ്യം എന്നിവയൊക്കെ ബജറ്റ് തയ്യാറാക്കി വികസന ക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ കുറച്ച് തുടർ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും തന്നിട്ടില്ല. വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച് രക്ഷിതാക്കളോട്, അത് കുട്ടികൾക്കുള്ള ഇതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന പത്രവാർത്ത ശേഖരിക്കാനും ഇതൊക്കെ അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ബജറ്റിൻ്റെ പാഠം എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വേണ്ടപ്പെട്ടവരിലേക്കോ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മറക്കാതെ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.